നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഉള്ള നമ്മുടെ എക്സ്റ്ററിൻ്റെ ഏറ്റവും ബേസ് വേരിയൻ്റ് ആണ്. ഇവിടെ ബേസ് വേരിയൻ്റ് കൊണ്ടുവന്നതിൽ ഒരു വലിയ കാര്യമുണ്ട്. ആദ്യമായിട്ട് എക്സ്റ്റർ ബേസ് വേരിയൻറ്റിൽ AMT കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് ഇനി സാധാരണക്കാർക്ക് പോലും ബേസ് വേരിയൻ്റ് എടുക്കുന്ന സമയത്ത് AMT ഓപ്ഷൻ കിട്ടുന്നുണ്ട്. അതായത് ഒരു ഓട്ടോമാറ്റിക് വേരിയൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ എല്ലാ മാനുഫാക്ചറും ചെയ്യുന്നൊരു കാര്യമാണ് മിഡ് വേരിയൻറ്റ് തൊട്ട് മാത്രം ഒരു AMT അഥവാ ഒരു ഓട്ടോമാറ്റിക് വേരിയൻറ്റ് കൊടുക്കത്തുള്ളൂ. എന്നാൽ എക്സ്റ്റർ അഥവാ ഹുണ്ടായിൽ നമുക്ക് വന്നിരിക്കുന്ന ഒരു ഫസ്റ്റ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ബേസ് വേരിയൻറ്റിൽ തന്നെ നമുക്ക് AMT കിട്ടുകയാണ്. ചെറിയ കാര്യമൊന്നുമല്ല. അതെ, നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും. ഈ ഒരു വാഹനം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു ബേസ് വേരിയൻ്റ് ആണ്. ഒരു സ്റ്റീരിയോ പോലും ഇല്ല. പക്ഷേ നമുക്കിവിടെ ഒരു AMT യൂണിറ്റ് കിട്ടുന്നുണ്ട്. അതായത് ഏതൊരു സാധാരണ വ്യക്തിക്കും ഇനി ഒരു AMT വാഹനം യൂസ് ചെയ്യാം. എക്സ്റ്ററിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ മേളിലും കൊടുത്തേക്കാം. ഈ വീഡിയോയുടെ ഏറ്റവും അവസാനവും ഞാനൊന്ന് കൊടുത്തേക്കാം. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണാനും സാധിക്കും. ഇതിനെക്കുറിച്ച് ഞാൻ വലിയ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഇതിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ഇവിടെ നമുക്ക് നോർമൽ ഹാലജൻ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു LED കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ബുദ്ധിപരമായി നീങ്ങിയാൽ മതി. ഇൻഡിക്കേറ്റേഴ്സും അവൈലബിൾ ആണ്. ഫ്രണ്ടിൽ വേറെ പറയത്തക്ക ഒരു മാറ്റവും ഇല്ല. പിന്നെ നമുക്ക് വരുന്ന ടയറിൻ്റെ ഒരു കാര്യത്തിലാണ് നമുക്കൊരു മാറ്റം വരുന്നത്. ബേസ് ആയതുകൊണ്ട് 14 ഇഞ്ചാണ്. 165/70 614 കിട്ടുന്നത്. ഇവിടെയും വലിയ കുഴപ്പങ്ങളൊന്നും വരുന്നില്ല. സ്മാർട്ട് ഓട്ടോ AMT ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഡോർ ഹാൻഡിൽസ് എല്ലാം ബ്ലാക്ക് ആണ്. ആസ് ഇറ്റ് ഈസ് ഒരു ബേസ് മോഡലായതുകൊണ്ട് ഞാൻ ഇനിയും എടുത്ത് പറയുന്നില്ല. ഇതെല്ലാം ബ്ലാക്ക് ഫിനിഷ് ആണ് വരുന്നത്. ബാക്കിൽ നമുക്ക് വരുന്ന സമയത്ത് LED ടെയിൽ ലാംപ്സ് ആണ് നമുക്ക് വരുന്നത്. ബ്രേക്ക് എല്ലാം പാർക്ക് മാത്രം കിട്ടുന്ന അതൊരു അഡ്വാൻറ്റേജ് ആണ്. 2 പാർക്ക് സെൻസേഴ്സ് വരുന്നുണ്ട്. അകത്ത് 6 എയർ ബാഗ് ആണ് വരുന്നത്. അത് വലിയൊരു കാര്യമായിട്ട് ഞാൻ പറയുന്നില്ല. മാൻഡേറ്ററി ആണ്, കൊടുത്തേ പറ്റൂ. 6 എയർ ബാഗ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഹിൽ ഹോൾഡ് അസിസ്റ്റ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതും ഒരു വലിയൊരു കാര്യം തന്നെയാണെന്ന് ഞാൻ പറയും. ഇനി നമുക്ക് വാഹനത്തിന് അകത്തോട്ടൊന്ന് കയറാം. അകത്ത് വന്നിരിക്കുന്ന മാറ്റങ്ങൾ, അതായത് ബേസ് വേരിയൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കും വലിയ കാര്യമായിട്ടൊന്നും കാണത്തില്ലെന്നാണ്. പക്ഷേ 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡിജിറ്റൽ ക്ലസ്റ്ററാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഒരു ചെറിയ ഡിജിറ്റൽ ക്ലസ്റ്റർ നമുക്ക് കാണാൻ സാധിക്കും. വളരെ കാര്യമായിട്ട് അത് ഇലൂമിനേറ്റ് ചെയ്ത് കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എത്ര കിലോമീറ്റർ ഓടിയെന്നും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം നമുക്കിവിടെ കിട്ടുന്നില്ല. പക്ഷേ ഇവർ പറഞ്ഞതുപോലെ ഒരു 15 രൂപ നമ്മൾ അഡീഷണൽ മുടക്കുകയാണെങ്കിൽ 15,000 റുപ്പീസ് നിങ്ങൾ അഡീഷണൽ മുടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 4 സ്പീക്കർ വിത്ത് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഹുണ്ടായുടെ ഒറിജിനൽ തന്നെ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ക്ലസ്റ്റർ കൺട്രോൾസ് എല്ലാം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ക്ലസ്റ്ററിൽ എന്തെങ്കിലും മാറ്റം കാര്യങ്ങളൊക്കെ വരുത്തണമെങ്കിൽ നമുക്കിവിടെ അറിയാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ AC വെൻ്റ് ഇതിലൊന്നും ഒരു മാറ്റമില്ല. മാനുവൽ ടൈപ്പ് തന്നെയാണ് വരുന്നത്. പിന്നെ മാറ്റം വരുന്നത് നമ്മുടെ AMTയുടെ ഗിയർ നോബും കാര്യങ്ങളൊക്കെയാണ്. 6 എയർ ബാഗ്സ് വരുന്നുണ്ട്. ഇതൊന്നും ചെറിയൊരു കാര്യമല്ല. ISO ഫിക്സും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പ്രധാന ഒരു കാര്യമാണ് ബേസ് വേരിയൻറ്റിൽ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. ഈ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റിങ് ഞാൻ ശരിക്കും ഈ ഒരു വാഹനത്തിലിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര പ്രശ്നം തോന്നി. നല്ല കുഴിയിലിരിക്കുന്നൊരു ഫീലാണ് തോന്നി. പക്ഷേ ഒരു രക്ഷയില്ല. ഒരു ബേസ് വേരിയൻറ്റിൽ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് വരുന്നത് ഇപ്പോൾ എനിക്ക് ഫ്രണ്ട് വരെ നല്ല വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് പൊക്കം കൂടിയ ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ സീറ്റ് താത്ത് വിടാൻ സാധിക്കും. ബേസ് വേരിയൻറ്റിൽ നമുക്കൊരു ഫ്ലിപ്പ് കീ ആണ് കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണെന്ന് ഞാൻ പറയും. കാരണം ഫ്ലിപ്പ് കീ എന്ന് ഉദ്ദേശിക്കുമ്പോൾ അതിനകത്ത് തന്നെ ലോക്ക് ആൻഡ് അൺലോക്കും നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഞാൻ എപ്പോഴും എക്സ്റ്ററിൻ്റെ കാര്യം പറയുന്നത്. കാരണം 4 സിലിണ്ടറിൻ്റെ ആയത് ഏറ്റവും വലിയ ഗുണമാണ്. 1, 2, 3, 4 സിലിണ്ടർ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വൈബ്രേഷൻസും കാര്യങ്ങളും ഒന്നും തന്നെ വരുന്നതായിരിക്കത്തില്ല. വളരെ റിഫൈൻഡ് ആയിട്ടുള്ളൊരു എഞ്ചിൻ തന്നെയാണ്. അതുപോലെ തന്നെ മൈലേജ് സെഗ്മെൻറ്റിൽ 19.4 മൈലേജ് പറയുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഏറെക്കുറെ ഒരു 14-15 വരെയൊക്കെ നോർമലി നമ്മൾ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ, അതായത് അത്യാവശ്യം വലിയ കാര്യമായിട്ട് നോക്കാതൊക്കെ ഡ്രൈവ് ചെയ്യാണെങ്കിലും കിട്ടും. നല്ല രീതിക്ക് ഫ്യൂൽ എഫിഷ്യൻസി വേണമെന്നുള്ള രീതിയിൽ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് ഫ്യൂൽ എഫിഷ്യൻസി കിട്ടും. പക്ഷേ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് ഒന്ന് ശ്രദ്ധിച്ച് വേണമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇനി തൊട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഒരു AMT വാഹനം സെലക്ട് ചെയ്യാം. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ അടിപൊളി. ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നി ഇതിന് ഒടുക്കത്തെ വിലയല്ലേ എന്ന്. അല്ല, എക്സ് ഷോറൂം പ്രൈസ് പറയുന്ന പതിവ് എനിക്കില്ല. ഓൺ റോഡ് പ്രൈസ് തന്നെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഇതിൻ്റെ AMT, അതായത് എൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ഉള്ള വേരിയൻറ്റിൻ്റെ ഓൺ റോഡ് പ്രൈസ് 8,26,518 രൂപയാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. എന്നാൽ ഇനി നിങ്ങൾക്കൊരു AMT എടുക്കാനൊരു പ്ലാൻ ഇല്ല, നിങ്ങൾക്കൊരു മാനുവൽ എടുക്കണമെന്നാണ് പ്ലാൻ. പക്ഷേ ഈ പറഞ്ഞ പോലെ എല്ലാ ഫീച്ചേഴ്സും അതിൽ കിട്ടുന്നുണ്ട്. AMT ഒഴിച്ച് ബാക്കിയുള്ള ഫീച്ചേഴ്സ് എല്ലാം കൂടെ കിട്ടാനാണെങ്കിൽ 7,38,784 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. AMT മാനുവലും തമ്മിൽ 87,800 രൂപയുടെ വ്യത്യാസമാണ് നമുക്കിവിടെ കിട്ടുന്നത്. അല്ലെങ്കിൽ ആ ഒരു പ്രൈസ് റേഞ്ചിങ്ങിൻ്റെ വ്യത്യാസത്തിൽ നിങ്ങൾക്കൊരു ഓട്ടോമാറ്റിക് വാഹനം സ്വന്തമാക്കാം. അതായത് 87,800 രൂപയും കൂടെ അഡീഷണൽ കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഒരു ബേസ് വേരിയൻറ്റ് AMT വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. ഇതൊരു നല്ല ഓപ്ഷൻ അല്ലേ? നിങ്ങളുടെ അഭിപ്രായം കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.